ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വട്ടയിട്ടിനിയുടെ വീഡിയോ ആണ്. ഇന്നെന്താ കഴിച്ചത് നോക്കാം. നമുക്ക് രാവിലെ ഒരട്ടിയായിരുന്നു കേട്ടോ. ഇത് ഗോതമ്പ് ഒരട്ടിയാണ്. ഇത് നമ്മൾ ഒരുപാട് തേങ്ങയൊക്കെ ഇട്ടുണ്ടാക്കി ഒരട്ടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഒരട്ടിയും പിന്നെ ബീഫ് കറി ആയിരുന്നു. ഇത് നമ്മൾ ഒരട്ടി ഇങ്ങനെ പ്രസ്സിലോ അങ്ങനെയൊന്നും ആക്കാറില്ല കേട്ടോ. നമ്മൾ കൂടുതൽ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ കൈ ഒരട്ടി എന്നൊക്കെ പറയും, അങ്ങനെയാണ് കേട്ടോ ആക്കാറ്. നമുക്കതാണ് ഇഷ്ടം. അങ്ങനെ ഒരട്ടി പിന്നെ ബീഫ് കറിയിലൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു പീസ് ബീഫും കൂടി വെച്ച് അങ്ങോട്ട് കഴിക്കണം. നല്ല ടേസ്റ്റായിരുന്നു കേസ്. അങ്ങനെ നമ്മൾ രാവിലെ അത് കഴിച്ചു. പിന്നീട് നമ്മൾ ചക്ക പുഴുങ്ങിയത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള മുളക് ഉടച്ചതാണ് കേട്ടോ. ഇത് ഉള്ളിയും മുളകും പിന്നെ പുളിയും ഉപ്പും എണ്ണയൊക്കെ ഇട്ടിട്ട് ഉടച്ചായിരുന്നു. അങ്ങനെ നമ്മളതും പിന്നെ ചക്കയും മുളകും ഇത് മാങ്ങയും ചക്കക്കുരുവും വെച്ചിട്ടുള്ള ഉടച്ചറിയാണ് കേട്ടോ. അങ്ങനെ ഉടച്ചറിയും പിന്നെ വെണ്ടയ്ക്ക് വിഴുക്കുവരട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ചക്ക കഴിച്ച് പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ചോറും പിന്നീട് ആ വിഴുക്കുവരട്ടിയും പിന്നെ ഈ മാങ്ങ ഉടച്ചറിയും മാങ്ങയും ചക്കക്കുരുവും കൂടെ വെച്ച് ഉടച്ചറിയും പിന്നീട് സാമ്പാർ ഉണ്ടായിരുന്നു. ഇത് ഇന്നലത്തെ സാമ്പാറാണ് കേട്ടോ. അത് നല്ല വരണ്ടിരിക്കുകയാണ്. അങ്ങനെ സാമ്പാറും പിന്നീട് തൈരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചോറിൻ്റെ കൂടെ തൈര് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ചോറും തൈരും ഉടച്ചെറിയൊക്കെ ഇങ്ങോട്ട് കുഴച്ച് ആ സാമ്പാറും വിരിക്കെല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് കഴിക്കണം. നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. ഇത് ഒരു ഉടച്ചേറി നല്ല ടേസ്റ്റുള്ളതായിരുന്നു. നല്ല പുളിയുള്ള മാങ്ങയിട്ട ഉടച്ചേറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഉടച്ചേറി മാത്രം കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ആ വിരിക്ക് എനിക്ക് ഇങ്ങനെ വെണ്ടയ്ക്ക് ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അല്ലാണ്ട് ഇങ്ങനെ തോരൻ പോലൊന്നും വെക്കുന്നതിന് വലിയ ഇഷ്ടമില്ല. അങ്ങനെ നമ്മൾ ചോറ് ആ ഉടച്ചേറിയൊക്കെ തോനെ അങ്ങോട്ട് ഒഴിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. പ്രത്യേകിച്ച് ഉടച്ചേറിയായിരുന്നു നല്ല ടേസ്റ്റ്. എന്നിട്ട് പിന്നീട് ഇവിടെ കുറേ നാളായിട്ട് ഭയങ്കര ചൂടല്ലായിരുന്നു. എന്നിട്ട് നമുക്കിപ്പോഴാണ് നല്ലോണം മഴ പെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. എന്നിട്ട് നമുക്ക് വൈകിട്ട് കപ്പലണ്ടിയായിരുന്നു. കപ്പലണ്ടിയും പിന്നെ കട്ടൻ ചായ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വൈകിട്ട് അതൊക്കെ കഴിച്ചു. പിന്നീട് നമുക്ക് രാത്രി ചോറായിരുന്നു. ചോറ് പിന്നീട് ആ വെണ്ടയ്ക്ക വിരിക്ക് വരട്ടി പിന്നീട് മുട്ട പൊരിച്ചത് പപ്പടം ഉടച്ചെറി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഉടച്ചെറിയും ചോറും വിരിക്കും മുട്ട പൊരിച്ചതും പപ്പടമൊക്കെ ഒരു പീസ് വെച്ച് അങ്ങോട്ട് കഴിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രി നല്ലോണം ചോറ് കഴിച്ചു. ഉടച്ചെറിയ എന്താ പറയണത്, നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ രാത്രി നല്ലോണം ചോറ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.